ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റംബൂട്ടാൻ പൂക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ റംബൂട്ടാൻ പോലും ഉണ്ടാവുകയില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ജനുവരി മാസം ഒരു പകുതിയൊക്കെ ആവുമ്പോഴേക്കും റംബൂട്ടാനിൽ ഇതേപോലെ ചെറിയ തളിരിലകൾ വന്നു തുടങ്ങുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. അപ്പൊ ആ വന്നത് തളിരിലകളല്ല, അതാണ് നമുക്ക് കണ്ടോ ഈ ഇലകള് ഇവിടെ ഈ തളിരിലകൾ കണ്ടോ ഫ്ലവർ ആയിട്ട് മാറുന്നത് കണ്ടോ. അപ്പൊ ഇത് മരം മുഴുവനും ഇതുപോലെ തളിരിലകൾ വന്നിട്ട് അതെല്ലാം ഫ്ലവർ ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഫ്ലവർ ആകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതിനാല് ഈ റംബൂട്ടാന്റെ മരങ്ങളില് ആൺപൂക്കളും പെൺപൂക്കളും ഒരു കുലയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ പരാഗണം സാധ്യമായില്ല എന്നുണ്ടെങ്കിൽ റംബൂട്ടാൻ ഒരിക്കലും ഉണ്ടാകുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആൺപൂക്കളും പെൺപൂക്കളുടെയും പരാഗണം സാധ്യമാകുന്നത് ചെറിയ വണ്ടുകളും തേനീച്ചകളും വഴിയാണ്. അപ്പൊ ഈ തേനീച്ചകള് ഇതിൽ നിന്ന് തേൻ നുകർന്ന് അടുത്ത പൂവിലേക്ക് വന്നിരിക്കുമ്പോഴാണ് പരാഗണം സാധ്യമായിട്ട് നിറയെ നമുക്ക് റംബൂട്ടാൻ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പ്രാണികളും അതേപോലെ തന്നെ തേനീച്ചകളും ഒക്കെ വന്നിരിക്കുമ്പോൾ മരുന്നടിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഈ തേനീച്ചകളാണ് ഇതിലെ പരാഗണം സാധ്യമാക്കുന്നത്. അങ്ങനെ പരാഗണം സംഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് മരം നിറയെ റംബൂട്ടാൻ ഉണ്ടാകുന്നത്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും മരുന്നടിക്കാതിരിക്കുക. അതായത് കൂടുതൽ പുഷ്പിക്കാൻ വേണ്ടി മരുന്നടിച്ചാൽ പോലും ചിലപ്പോൾ ഈ വണ്ടുകൾ വരാതിരിക്കുകയും അങ്ങനെ പരാഗണം സാധ്യമാകാതെ ഫ്രൂട്ട് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. കാറ്റിലൂടെയും പരാഗണം സാധ്യമാകുന്നുണ്ട് എങ്കിലും കൂടുതലായി ഇതുപോലുള്ള വണ്ടുകളാണ് പരാഗണം സാധ്യമാക്കി തരുന്നത്. റംബൂട്ടാനിലെ ആൺമരങ്ങളും പെൺമരങ്ങളും ഉണ്ട്. ആൺമരങ്ങൾ നിറയെ പൂക്കുന്നുണ്ട് എങ്കിലും ഒറ്റ കായ് പോലും പിടിക്കുകയില്ല. എന്നാൽ പെൺമരങ്ങളിലെ നിറയെ പൂക്കുകയും അതിൽ നിന്ന് തന്നെ പരാഗണം സാധ്യമായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂമ്പിലകൾ ഇതേപോലെ പൂക്കളായിട്ട് മാറിയതിനു ശേഷം റംബൂട്ടാൻ മരം നന്നായിട്ട് നനച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നതിലൂടെ കായ്കൾ കൊഴിയാതെ കൂടുതൽ കായ്കൾ പിടിക്കുന്നതിന് സഹായകമാകുന്നു. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് പൂക്കളിലേക്ക് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ അടിച്ചാൽ കായ്കൾ കൊഴിഞ്ഞു പോകുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ റംബൂട്ടാനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആൽബിൻ അലോനയുടെ റംബൂട്ടാൻ എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് റംബൂട്ടാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.